യുവതലമുറകൾക്കിടയിൽ തരംഗമായി നിൽക്കുന്ന റാപ്പറും ഗാനരചയിതാവുമെല്ലാമാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അടുത്തിടെ വേടൻ അറസ്റ്റിലായിരുന്നു. കേസിൽ അടുത്തിടെയാണ് വേടന് ജാമ്യം ലഭിച്ചത്. ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പരസ്യമായി സമ്മതിച്ച വേടൻ തെറ്റ് തിരുത്തുമെന്നും ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന സർക്കാർ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴും തൻ്റെ ദുശ്ശീലങ്ങൾ ആരും അനുകരിക്കരുതെന്നാണ് വേടൻ ആവർത്തിച്ചത്. നിങ്ങൾ എന്നെ കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് വലിയ കാര്യമാണ്. എന്നെ കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകുന്നില്ലേ മക്കളെ? ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലയിടങ്ങളിലായി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടൻ്റെ ദുശ്ശീലങ്ങൾ കണ്ട് ഇൻഫ്ലുവൻസ് ആകാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്തപ്പെടാനുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നത്. വേടൻ എന്ന വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനുമൊക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എന്നെ കണ്ട് ചില കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആകാതിരിക്കുക എന്നാണ് വേടൻ പറഞ്ഞത്. ഇപ്പോഴിതാ നവമി ലത എന്ന പെൺകുട്ടിക്കൊപ്പമുള്ള വേടൻ്റെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വേടൻ്റെ പ്രണയിനിയാണ് നവമി ലത എന്ന പേരിലാണ് ഫോട്ടോകൾ പ്രചരിക്കുന്നത്. കൂടാതെ വലിയ രീതിയിലുള്ള പരിഹാസ കമൻറ്റുകളും വേടനെതിരെ കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട്. വർണ്ണവിവേചനത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കാറുള്ള വേടൻ പങ്കാളിയുടെ കാര്യം വന്നപ്പോൾ വെളുത്ത പെണ്ണിനെ തിരഞ്ഞെടുത്തുവെന്നാണ് വിമർശനം. കാര്യത്തോടടുക്കുമ്പോൾ വേടനും വെളുത്ത പെണ്ണ് മതി. പറച്ചിലിൽ മാത്രമേയുള്ളൂ കറുപ്പ്. കറുത്തവർ കറുപ്പിനു വേണ്ടി വെളുത്തവനോട് ആക്രോശിക്കുമ്പോഴും വെളുക്കാൻ വേണ്ടി ഫെയർ ആൻഡ് ലവ്ലി തേക്കും. വെളുത്ത പെണ്ണിനെ മോഹിക്കും. കലികാലം. പോക്കറ്റ് നിറയ്ക്കാൻ അനുയായി വൃന്ദം വേണം. അതിനുള്ള ലൊടുക്ക് നമ്പർ മാത്രമാണ് കറുപ്പിനോടുള്ള വേടൻ്റെ സ്നേഹം. കറുപ്പിൻ്റെ മഹത്വം ഘോരഘോരം പ്രസംഗിക്കുന്ന എല്ലാവരും വെളുത്ത പെണ്ണിനെ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കറുത്ത പെണ്ണിനെ അവഗണിക്കും. കറുപ്പിനെ ആയുധമാക്കുന്നവർ വെളുത്ത പെൺകുട്ടി കൂട്ടുകാരി. കറുപ്പിന് ഏഴഴകും ബാക്കി വെളുപ്പിനും ആയിരിക്കും അല്ലേ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ. വിഷയത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായ് കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു. നിറം നോക്കി പ്രണയിച്ചുവെന്ന് പറയാൻ കഴിയില്ലെന്നും മറ്റെന്തെങ്കിലും കാരണവും പ്രണയത്തിലായതിനു പിന്നിൽ ഉണ്ടാകുമെന്നാണ് സായ് കൃഷ്ണ പറഞ്ഞത്. പ്രണയം വേടൻ എവിടെയും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തതായി എനിക്കറിയില്ല. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നോ ഇത് തന്നെയാണോ വേടൻ്റെ പ്രണയിനി എന്നതിലും വ്യക്തതയില്ല. അടുത്തിടെ വേടൻ്റേതായി പുറത്തിറങ്ങിയ പാട്ട് കാമുകിക്ക് വേണ്ടിയുള്ളതാണെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം ആളുകൾ. അതിലെ വരികൾ വെച്ചാണ് അവർ അങ്ങനെ പറയുന്നത്. യൂഷ്വൽ കൺവെൻഷണൽ സാധനമല്ല പാട്ടിലെ വരികൾ. ഈ പാട്ട് റിലീസായ സമയത്താണ് വേടൻ്റെ പ്രണയിനി എന്ന പേരിൽ ഈ ഫോട്ടോകൾ പ്രചരിച്ചു തുടങ്ങിയത്. ഫോട്ടോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ ഞെട്ടിച്ചു കളഞ്ഞു. എന്താണ് നാട്ടുകാരുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേടൻ്റെ വസ്ത്രധാരണം എടുത്തു നോക്കിയാൽ എപ്പോഴും കറുത്ത വസ്ത്രം മാത്രം ഉപയോഗിക്കുന്നയാളാണ്. വേടൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ കറുപ്പ് എന്നതിന് വേടൻ പ്രാധാന്യം കൊടുക്കാറുണ്ട്. വേടൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പേര് കറുപ്പ് റെക്കോർഡ്സ് എന്നാണ്. അതുപോലെ ക എന്ന അക്ഷരം നെഞ്ചിൽ പച്ച കുത്തിയിട്ടുണ്ട്. വേടനെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ കൊട്ടാമെന്ന നിലയ്ക്ക് നിൽക്കുന്നവരാണ് കമൻറ്റിന് പിന്നിലെന്നാണ് മനസ്സിലാകുന്നത്. നിറം കണ്ടിട്ടാവില്ല പ്രണയത്തിലാണെങ്കിൽ വേടൻ കാമുകിയെ തിരഞ്ഞെടുത്തത്. പ്രണയത്തിലാകുന്നത് നിറം കൊണ്ട് മാത്രമാകില്ല. അതിന് മറ്റ് പല കാരണങ്ങളും ഉണ്ടാകും. എങ്ങനെ പ്രണയത്തിലായി എന്ന് നമുക്ക് ചൂടി നോക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ബോണ്ട് ഉണ്ടാകുന്നതാണ്. മറ്റൊരാളെ അത് പറഞ്ഞ് മനസ്സിലാക്കാനാവില്ലെന്നും സായ് കൃഷ്ണ പറഞ്ഞു.